ഞാനൊരു അക്കൗണ്ട് കാണിക്കാം. ആ അക്കൗണ്ട് കാണിച്ചതിന് ശേഷം അതിനെക്കുറിച്ച് ഉള്ള കുറച്ച് ഡീറ്റെയിൽസ് ഞാൻ പറയാം. ദേ ഇത് കാണുന്നുണ്ടാവുമല്ലോ അല്ലേ? ഇതാണ് അക്കൗണ്ട്. ഈ അക്കൗണ്ട് നിങ്ങൾക്ക് കാണിച്ചു തന്ന് ഇത് പ്രൊമോട്ട് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഇവനെ വളർത്താൻ നോക്കുന്നതോ അല്ല. ഈ അക്കൗണ്ടിൽ കയറിക്കഴിഞ്ഞാൽ കാണുന്നത് മാക്സിമം വീഡിയോകളും വളരെ വൾഗറായിട്ട് വൃത്തികെട്ട വീഡിയോകളാണ്. വൃത്തികെട്ട വീഡിയോകളെന്ന് കൊച്ചു കുട്ടികൾക്ക് പോലും കാണാൻ പറ്റാത്ത വിധത്തിൽ. ഇവൻ കുണ്ടനാണോ അല്ലെങ്കിൽ ഇവൻ ആണാണോ പെണ്ണാണോ ഒന്നും അറിയാൻ പാടില്ല. ഇവനെയൊന്നും നമുക്കറിയില്ല. ഇപ്പം ആരെ കണ്ടാലും നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പം. ഇപ്പം മാക്സിമം വീഡിയോകളും തുണിയില്ലാതെയാണ് ഇവൻ്റെ വീഡിയോകൾ ഇവൻ്റെ അക്കൗണ്ടിൽ വരുന്നത്. ഇവൻ്റെ അക്കൗണ്ടിൽ ഇവൻ ചെയ്യുന്ന ഇതാണ് ഇവനാണ് ആള്. ഇവനാണ് ആള്. കണ്ടോ? ഈ വീഡിയോ ഞാൻ ഓപ്പൺ ചെയ്യുന്നില്ല, ഇത് കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവൻ്റെ അക്കൗണ്ടിൽ കയറി കഴിഞ്ഞാൽ മൊത്തവും വരുന്നത് വളരെ വൃത്തികെട്ട വീഡിയോകളാണ്. നമ്മളവനെ എടുത്ത് കളഞ്ഞാലും വീണ്ടും വീണ്ടും ഈ നാശം പോകുന്നില്ല, ഇത് തന്നെ കയറി വരികയാണ്. ഇവനെയൊക്കെ എന്താണ് ചെയ്യേണ്ടത്? ഇതൊന്നും അധികാരികളുടെ കണ്ണിൽ കാണുന്നില്ല. ഇമ്മാതിരി തുണി അഴിഞ്ഞാടുന്ന ഓരോരുത്തന്മാർ. യവന്മാരൊക്കെ പറയണത് എന്താണെന്ന് അറിയാമോ? പെണ്ണുങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് ചെയ്താലെന്താണ്? അതെന്ത് ന്യായമാണ് ഞാൻ ഈ ചോദിക്കുന്നത്. പെണ്ണുങ്ങളും ചെയ്യാൻ പാടില്ല, ആണുങ്ങളും ചെയ്യാൻ പാടില്ല. വസ്ത്രം വിൽക്കാനായിട്ട് കടയിലിരിക്കുന്നത് ദേഹം മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് കടകളിൽ ഇതുണ്ടാക്കി വെച്ചിരിക്കുന്നത് തന്നെ. അല്ലെങ്കിൽ പിന്നെ വസ്ത്രം വേണ്ടല്ലോ. പണ്ട് മാറും മറയ്ക്കാൻ എല്ലാവരും സമരം ചെയ്തു. ഇന്ന് ആർക്കും മാറും മറയ്ക്കണ്ട, ദേഹവും മറയ്ക്കണ്ട, നിസ്സാരം പറഞ്ഞാൽ അണ്ടി വരെ മറയ്ക്കണ്ട. ഇവൻ പറയുന്നത് അങ്ങനെയാണ്, ഇവൻ കാണിക്കുന്നതും അങ്ങനെയാണ്. പബ്ലിക്കായിട്ടാണ് എല്ലാം കാണിക്കുന്നത്. ഈ അധികാരികളുടെ അടുത്താണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഹെൽമെറ്റ് വെച്ചില്ലെങ്കിൽ ഫൈൻ അടയ്ക്കണം, റോട്ടിൽ ഫോൺ സംസാരിച്ചുകൊണ്ട് പോയാൽ ഫൈൻ അടയ്ക്കണം, പലതരത്തിൽ ഫൈനാണ്. ഇവന്മാരുടെയൊക്കെ അക്കൗണ്ട് പൂട്ടിക്കാനോ അല്ലെങ്കിൽ ഇതുപോലുള്ള അവളുമാരോ അവന്മാരുടെ കുണ്ടന്മാരെന്ന് തന്നെ ഇവർ കുണ്ടനാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ കുണ്ടൻ്റെയൊക്കെ അക്കൗണ്ട് പൂട്ടിക്കാനോ ഒന്നും നിങ്ങൾക്ക് കഴിയുന്നില്ലേ എന്നാണ് എൻ്റെ ചോദ്യം. ഞാൻ പറയുന്നതേ, ഇങ്ങനെ ഉള്ളവന്മാരുടെ ലൈസൻസ് റദ്ദാക്കുക, ആധാർ കാർഡ് റദ്ദാക്കുക, ഇതുപോലുള്ള വീഡിയോകൾ ചെയ്ത് അക്കൗണ്ട് തുറന്ന് വരുന്ന അവളുമാരുടെ ലൈസൻസ്, ആധാർ കാർഡ്, ഇവരുടെ രേഖകൾ, മെയിനായിട്ടുള്ള രേഖകൾ, ഇതാണാണ് പെണ്ണാണെന്നറിയുന്ന രേഖകളെല്ലാം ക്യാൻസൽ ചെയ്ത് കളയുക. പിന്നെ ആയുഷ്കാലം വരെ കൊടുക്കരുത് ഇവനും ഇവളുമാർക്ക്, എങ്കിലേ പഠിക്കൂ. അല്ലാതെ ഇവന്മാരെ അക്കൗണ്ട് പൂട്ടിക്കഴിഞ്ഞാൽ വീണ്ടും പുതിയ അക്കൗണ്ട് തുറക്കും. ഒരു അക്കൗണ്ട് പൂട്ടിയാൽ വേറൊരു അക്കൗണ്ട്. ഇപ്പോൾ ഈ ഇടയ്ക്ക് ഒരുത്തിയുടെ അക്കൗണ്ട് പൂട്ടി, അവൾ വേറെ അക്കൗണ്ട് തുറന്നു. ഒന്ന് പൂട്ടുമ്പോൾ വേറൊന്നും എടുക്കും, പിന്നൊന്ന് പൂട്ടുമ്പോൾ വേറൊന്നും എടുക്കും. അതുകൊണ്ട് അതിലൊന്നും ഒരു കാര്യമില്ലെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരു രേഖ പോലും ഇല്ലാത്ത വിധം ക്യാൻസൽ ചെയ്യുക, അതാണ് ചെയ്യേണ്ടത്. റദ്ദാക്കി കളയുക. ചില വണ്ടികളൊക്കെ പിടിച്ചാൽ പറയൂലേ ലൈസൻസ് കട്ട് ചെയ്യുമെന്ന്, അതുപോലെ ഇതൊക്കെ കട്ട് ചെയ്ത് കളയുക. പിന്നെ എവനെയൊന്നും കൊണ്ട് ആയുസ്സിൽ മറ്റുള്ളവർക്ക് ഒരു ഉപകാരമില്ലാത്ത രീതിയിലാക്കുക. എങ്കിലേ എവനും എവളുമാരെ പഠിക്കത്തുള്ളൂ. മൊബൈൽ തുറക്കാൻ വയ്യ. ഈ നാശങ്ങളെ കാരണം മൊബൈൽ തുറക്കാൻ വയ്യ എന്നാണ് പറയുന്നത്. തുറക്കാൻ വയ്യ, മനസ്സിലാവുന്നുണ്ടോ? ഈ നാശത്തിന് കാരണം ഇവൻ കാണിക്കുന്ന കോപ്രായ. ഇവ ഇതെന്തുദ്ദേശിച്ചാണ് ഇത് കാണിക്കണതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. നല്ല കമ്പി പഴുപ്പിച്ചിട്ടുണ്ടല്ലോ, അണ്ണാക്കിലേക്ക് അങ്ങ് തിരികെ കൊടുക്കണം ഇവൻ്റെയൊക്കെ. എങ്കിലേ ഇവനൊക്കെ അതിൻ്റെ ആ ഒരു അപ്പം വരുന്ന ഒരു തരം മെൻ്റലുണ്ടല്ലോ, അത് മാറിക്കിട്ടുള്ളൂ. നല്ല കമ്പി അങ്ങോട്ട് പഴുപ്പിച്ചിട്ട് അണ്ണാക്കി തിരികെ കൊടുക്കണം. അതോടുകൂടി അവൻ്റെയൊക്കെ കടി അങ്ങ് നിൽക്കും. അല്ലാതെ മുറുക്കുമുള്ളിൽ കയറിയിട്ടൊന്നും ഒരു കാര്യവുമില്ല. അതുകൊണ്ടൊന്നും ഒരു പ്രയോജനം ഉണ്ടാവാനും പോകുന്നില്ല. ഞാൻ നോക്കിയിട്ട് ഇവനെയൊക്കെ ഇതാണ് ചെയ്യേണ്ടത്. നല്ല കമ്പി പഴുപ്പിച്ച് കയറ്റി കൊടുക്കണം. പിന്നെ ആയുസ്സിൽ ഇമ്മാതിരി ചെറ്റത്തരം കാണിക്കത്തില്ല. ഈ പബ്ലിക്കിൽ വന്നിരുന്നിട്ട് ഇമ്മാതിരി ഒരാൾ അഴിഞ്ഞാടിയപ്പോൾ ഇപ്പം മൊത്തം അഴിഞ്ഞാട്ടമാണ്. ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും യൂട്യൂബും ഒന്നും തുറക്കുമ്പോൾ എത്ര കുടുംബങ്ങളാണ് നശിച്ചു പോണേന്നറിയോ? എത്ര കുടുംബങ്ങളാണ് കണ്ണീരിലായി കുട്ടിച്ചോറാവുന്നത്, എത്ര കുടുംബങ്ങൾ കത്തിയെരിയുന്നു. എന്താണ് കാരണം? ഇതുപോലുള്ള നായിൻ്റെ മോന്മാരും മോളുമാരുടെയും കാര്യങ്ങൾ കൊണ്ടാണ് ജീവിതങ്ങൾ തൊലഞ്ഞു പോണത്, വഴിതെറ്റിപ്പോണത്. മനുഷ്യർ, കൊച്ചു കുട്ടികൾ വരെ നശിച്ചു പോവുകയാണ്. കൊച്ചു കുട്ടികൾ പോലും നശിച്ചു പോവുകയാണ്. ഇന്ന് ഞാനൊരു വീഡിയോ കണ്ടതാണ്. ഒരു 10 വയസ്സുണ്ടോ എന്ന് അറിഞ്ഞൂടാ, ആൺകുട്ടിക്കും പെൺകുട്ടിക്കും.
അവരൊരു പാട്ട് സീൻ അഭിനയിക്കുകയാണ്. അവരുടെ ആ അഭിനയം കണ്ട് ഞാൻ തന്നെ ഞെട്ടി ഇങ്ങനെ തരിച്ച് നിന്നുപോയി എന്നുള്ളതാണ് സത്യം. അഭിനയം, അവരുടെ പ്രേമ സീനാണ് അതിൽ അവർ അഭിനയിക്കുന്നത്. ഞാനിങ്ങനെ അന്തം വിട്ട് നിന്നുപോയി. തള്ളേ, ഇതെന്തരടാ സംഭവം? അത് കാലഘട്ടം. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. ഈ കുട്ടികൾ ഇത് കണ്ടല്ലേ വളരുന്നത്. ഈ സമൂഹത്തിലെ ഈ കുട്ടികൾ വളരുന്നത്. കുട്ടികൾ എപ്പോഴും ഇൻ്റർനെറ്റും കാര്യങ്ങളും ടി വിയും മൊബൈലും ഒക്കെ കണ്ടല്ലേ. മൊബൈൽ അങ്ങോട്ട് തുറന്നു കഴിഞ്ഞാൽ കാണുന്ന പ്രേമ സീനും ഇതുപോലുള്ള കുണ്ടന്മാരുടെ ലീലാവിലാസങ്ങളും. മടുത്ത്, സത്യം പറഞ്ഞാൽ മടുത്ത്. മൊബൈലിന് ചില സമയത്ത് തല്ലി പൊട്ടിക്കാൻ തോന്നും. അമ്മാതിരി കലി വരും ചില സമയത്ത്. മടുത്ത്, ജീവിതം വെറുത്ത് വരെയാണ്. നമ്മൾ ഒരു ഓവർ ടെൻഷനൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇച്ചിരി മൊബൈൽ തുറക്കാൻ എടുക്കാമെന്ന് വിചാരിക്കുമ്പോൾ കുത്തും കൊലയും വെട്ടും, കഞ്ചാവിൽ പിടിച്ചു, മയക്കുമരുന്നിൽ പിടിച്ചു, പീഡനം, അല്ലെങ്കിൽ സെക്സ് പരമായിട്ടുള്ള വീഡിയോസുകൾ. ഹാപ്പിനെസ്സായിട്ട് ഒന്നും തന്നെ ഈ മൊബൈലില്ല എന്നുള്ളതാണ് സത്യം. ഒരു തമാശ, പണ്ടൊക്കെ കോമഡി, നമ്മൾ ആഗ്രഹിക്കുന്ന ടെൻഷനായിട്ടിരിക്കുമ്പോൾ പോലെ കോമഡിയല്ലോ കാണാനോ സന്തോഷമുള്ള കാര്യങ്ങൾ കാണാനോ ആഗ്രഹിക്കുന്നു. മൊബൈൽ തുറന്നു കഴിഞ്ഞാൽ കാണുന്നത് മൊത്തം ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാണ്. ശരിക്കും പറഞ്ഞാൽ ഇൻ്റർനെറ്റ് നിർത്തലാക്കണം. പഴയ കാലഘട്ടം വരണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഏതെങ്കിലും ഒരു ഏരിയയിൽ ഒരു ലൈൻ ഫോൺ മാത്രം, ഒരു ടി വി, ഒരു ഗ്രാമത്തിലൊരു വീട്ടിലൊരു ടി വി, ആഴ്ചയിലൊരു മലയാള സിനിമ, അങ്ങനെ ആവണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. എങ്കിലേ ഇതൊക്കെ പഠിക്കുകയുള്ളൂ. അല്ലാതെ ഇതൊന്നും ഒരു കാലത്തും പഠിക്കാൻ പോകുന്നില്ല. നാശങ്ങൾ, കലിപ്പ് തീരില്ല, ഒരു കാലത്തും കലിപ്പ് തീരില്ല. ഇനി ഇറങ്ങണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആരും വന്നില്ലേ വേണ്ടൂല, ഞാൻ ഇറങ്ങും. എനിക്ക് കലി കയറിയ ഞാൻ ഇറങ്ങി എല്ലാത്തിനും വെട്ടി നിരത്തി കളയും. അമ്മാതിരി കലിയുണ്ട് എനിക്ക്.